ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. നോമ്പുകാല ചിന്തയുടെ 8-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ദൈവപ്രവൃത്തിക്കായി ചില വാതിലുകൾ അടയ്ക്കുവാൻ നാം തയ്യാറാകണം. ഈ നോമ്പ് കാലഘട്ടത്തിൽ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ വാതിലുകൾ പൂട്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനും ദൈവത്തോട് യാചിക്കുന്നതിനും ദൈവത്തിൻ്റെ കാൽക്കലിരുന്ന് വചനം പഠിക്കുന്നതിനും ഈ ദിവസങ്ങൾ നമുക്ക് വേർതിരിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. അതെ, അറയിൽ കടന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ നിമിഷങ്ങളായി ഈ നോമ്പുകാലം പരിണമിക്കട്ടെ. കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നത് മാത്രമാണോ പ്രാർത്ഥന? ഏകാഗ്രതയുടെ നിമിഷങ്ങൾ ജീവിതത്തിൻ്റെ നന്മയും അനുഗ്രഹങ്ങളും പ്രാപിക്കുന്നതിന് മുഖാന്തരമായി തീരുന്ന നിമിഷങ്ങളായി നാം കാണണം. മറ്റുള്ളവരുടെ മുമ്പിൽ കണ്ണടച്ച് നമ്മുടെ ജഡികമായ ചിന്തകൾ നമ്മിൽ നിന്നും അകറ്റി പല ജീവിത അനുഭവങ്ങളിൽ നിന്നും വേറിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തുവാൻ ഇടയായിത്തീരും. രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവ് ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുന്ന, ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ വാതിലുകൾ അടയേണ്ടുന്നത് അടച്ച് ദൈവസന്നിധിയിൽ നിർനിമേഷമായി കരയുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള നിമിഷങ്ങളായി നാം ഈ ദിവസങ്ങളെ വേർതിരിക്കുക. മറ്റ് പുറലോകവുമായിട്ട് ബന്ധമില്ലാതെ ദൈവവുമായി മാത്രം ബന്ധം പുലർത്തുന്ന പ്രാർത്ഥനകളായി ഈ നിമിഷങ്ങൾ നാം പരിണമിക്കുവാൻ ഇടയായിത്തീരണം. കർത്താവ് മാത്രമായിട്ടുള്ള ബന്ധം നമ്മിൽ അരക്കിട്ടുറപ്പിക്കുവാൻ തയ്യാറാകുക. ചില വാതിലുകൾ അടയ്ക്കുവാൻ നാം തയ്യാറായാൽ ദൈവം നമ്മിൽ പ്രതിഫലം തരും. ദൈവം നമുക്ക് അത്ഭുതങ്ങളെ ചെയ്യും. നന്മ ലഭിക്കാതിരിക്കുന്നത് ചില വാതിലുകൾ അടയ്ക്കാത്തത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, ചില വാതിലുകൾ ഇന്നും നാം മലർക്കെ തുറന്നിട്ടിരിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മിൽ വെളിപ്പെടുത്തുന്നതിന്, ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മിൽ അബ്രഹാം തൻ്റെ ജീവിതത്തിൽ മകൻ എന്ന വാതിൽ അടയ്ക്കുവാൻ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് സമ്മതിച്ചപ്പോൾ യാഗം അർപ്പിക്കുവാൻ തീരുമാനിച്ച ആ നിമിഷത്തിൽ തന്നെ ദൈവത്തിൻ്റെ കരുതൽ ദർശിക്കുവാനായി സാധിച്ചു. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ വാതിലുകൾ അടയപ്പെടുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ ഒരു പുതിയ വാതിൽ തുറന്നു തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും എന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. ചില വാതിലുകൾ അടയ്ക്കാൻ തയ്യാറാകണം. അങ്ങനെയാണെങ്കിൽ പ്രതിഫലം ലഭിക്കും. നമ്മുടെ നാവ്, നമ്മുടെ അവയവങ്ങൾ മറ്റ് ജീവിതത്തിൻ്റെ പല മേഖലകളിലും അടയ്ക്കപ്പെടേണ്ടത് അടയ്ക്കുന്നതിനും തുറക്കേണ്ടത് തുറക്കുന്നതിനും തയ്യാറാകണം. അറയിൽ കയറുന്നത് പ്രാർത്ഥിച്ച് മറുപടിയുമായി വരുവാനാണ്. ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധികളുടെ മധ്യയിൽ അറയിൽ കടന്ന് ദൈവത്തോട് നിലവിളിക്കുന്ന ഏകാന്തതയുടെ നിമിഷങ്ങളിൽ, ദൈവത്തോട് കരയുന്ന പ്രാർത്ഥനാ നിമിഷങ്ങളിൽ പ്രതിഫലം ലഭിക്കുവാൻ നിശ്ചയമായി സാധിക്കും. പ്രതിഫലം കിട്ടണമെങ്കിൽ വാതിൽ അടയ്ക്കുവാൻ തയ്യാറാകുക. മറ്റ് ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിലും ഈ ലോകത്തിൻ്റെ സാഹചര്യങ്ങളിലും മുഴുകി ജീവിക്കുമ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയാണ്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ പ്രാർത്ഥന മുന്നോട്ട് നയിക്കുമ്പോൾ ജീവിതത്തിൽ നന്മകൾ പ്രാപിക്കുവാൻ സാധിക്കും. ഏത് വാതിൽ തുറന്നു കിടക്കുന്നത് കൊണ്ടാണ് പ്രതിഫലം കിട്ടാത്തത് എന്ന ബോധ്യപ്പെടൽ ജീവിതത്തിൽ ഉണ്ടാകണം. ചില വാതിലുകൾ തുറന്ന് പിശാചിന് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് അവസരം
ഒരുക്കുമ്പോൾ നന്മകൾ പ്രാപിക്കുന്നതിന് തടസ്സമാകും. ചില പ്രാർത്ഥനയുടെ മറുപടി തരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. മനഃപൂർവ്വമായി യാഗം നാം കഴിക്കുവാൻ തയ്യാറാകുക. പ്രാർത്ഥന എന്ന യാഗം അർപ്പിക്കുമ്പോൾ ആ ധൂപം ദൈവസന്നിധിയിലെത്തുന്ന സുഗന്ധബലിയായി പ്രാർത്ഥനാ നിമിഷങ്ങളായി പരിണമിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതയാത്രയിൽ ഈ നോമ്പ് കാലഘട്ടം നമുക്ക് അറയിൽ കടന്ന് രഹസ്യത്തിൽ കാണുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് തയ്യാറാകാം. ഒന്നാമതായി, സർവചിന്തകൾക്കും വിരാമമിടുവാനാണ് വാതിൽ അടയ്ക്കുന്നത്. സർവചിന്തകൾക്കും വിരാമം ഇടുവാനാണ് നാം വാതിൽ അടയ്ക്കുന്നത്. തുടർന്നുകൊണ്ടിരിക്കുന്ന ചില പ്രവൃത്തികൾ, ചിന്തകൾ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിലെ നമ്മുടെ മനസ്സിനെ ഓടിക്കുന്ന അനുഭവങ്ങളിൽ നിന്നും വിരാമമിട്ടിട്ട് ആ പ്രവൃത്തിയിൽ നിന്നും വേറിട്ട് നാം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അനുഗ്രഹം ഉറപ്പാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ 2 രാജാക്കന്മാർ 4-ാം അധ്യായം 5-ാം വാക്യത്തിൽ പ്രവാചക ശിഷ്യന്റെ ഭാര്യ തൻ്റെ ജീവിതത്തിൽ നേരിട്ട കടബാധ്യതയാൽ മുങ്ങപ്പെട്ട് തൻ്റെ മക്കളെ പിടിച്ചുകൊണ്ടുപോകുവാൻ കടക്കാർ ശ്രമിക്കുമ്പോൾ പ്രവാചകന്റെ അടുക്കിലേക്ക് ഓടിക്കടന്നു വന്ന് കരയുന്ന നിമിഷങ്ങളെ കാണുവാൻ കഴിയും. വാതിലടച്ച് നീയും നിന്റെ മക്കളുമായി ആ അടുത്തുള്ള പാത്രങ്ങളെ ശേഖരിച്ച് ആ അറയിൽ കടന്ന് നീ ഈ എണ്ണ പകരുക എന്ന് പറയുകയാണ്. ചില അത്ഭുതങ്ങളെ നടക്കണമെങ്കിൽ അകത്ത് കയറി പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ തയ്യാറാകണം. നിന്റെ പാത്രം നിറഞ്ഞു കവിയുന്ന വിധത്തിൽ ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് ഇടയായിത്തീരും. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ നാം അടയ്ക്കപ്പെടേണ്ടുന്ന ചില വാതിലുകൾ അടയ്ക്കാതെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ലഭിക്കുമെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ അത് സാധിക്കുകയില്ല. 2 രാജാക്കന്മാർ 4-ാം അധ്യായം 33-ാം വാക്യത്തിൽ ശൂനേംകാരത്തിയുടെ മകൻ മരിച്ചുപോയി. എലീശയുടെ മാളിക മുറിയിൽ അവളെ കൊണ്ടുകിടത്തിയിട്ട് അവൾ വാതിൽ അടച്ചു. പ്രാർത്ഥിക്കുവാൻ തയ്യാറായി. അടയ്ക്കേണ്ട ചില വാതിലുകൾ അടച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം. രണ്ടാമതായി, ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 10-ാം വാക്യത്തിൽ ദുഷ്ടന്മാർ ലോത്തിന്റെ കുടുംബത്തെ നശിപ്പിക്കുവാനായി ശ്രമിക്കുകയാണ്. ചില ദുഷ്ടന്മാർ കുടുംബങ്ങളെ നശിപ്പിക്കുവാനായി പദ്ധതിയിട്ടിരിക്കുമ്പോൾ പ്രതിഫലം കിട്ടുന്നതിന് തടസ്സമായി ചില വാതിലുകൾ അടയ്ക്കുവാനായിട്ട് നിന്റെ ജീവിതത്തിൽ തയ്യാറാകണം. ദുഷ്ടന്മാർക്ക് പ്രതികൂലമായും നിനക്ക് അനുകൂലമായും ചില വാതിലുകൾ അടയുമ്പോൾ അനുഗ്രഹം പ്രാപിക്കുവാൻ സാധിക്കും. ചില ദുഷ്ടന്മാർ നിന്റെ തലമുറയെ നശിപ്പിക്കേണ്ടതിന് കൈനീട്ടുമ്പോൾ കൈ നീട്ടിപ്പിടിച്ച് അകത്തേക്ക് വലിച്ച് കതകടയ്ക്കുന്ന ദൈവ സാന്നിധ്യത്തെ നിനക്ക് അനുഭവിക്കുവാനായി സാധിക്കും. നിന്റെ കുടുംബത്തെ, തലമുറയെ രക്ഷിക്കുവാൻ ദൂതനെ അയച്ച് കതകടയ്ക്കുന്ന ദൈവിക സാന്നിധ്യത്തെ വെളിവാകുകയാണ്. പ്രിയമുള്ളവരെ, ചില ജീവിത അനുഭവങ്ങളിൽ, കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിൽ, കഷ്ടതയുടെ അനുഭവങ്ങളിൽ നിന്നെ ദുഷ്ടൻ തകർത്ത് കളയും. ഇനി രക്ഷപ്പെടുകയില്ല. നിന്നെ തകർക്കുവാനായി ദുഷ്ടശക്തികൾ നിനക്കെതിരെ തല ഉയർത്തി നിൽക്കുമ്പോൾ, നിനക്കെതിരെ ജീവിതത്തിൽ പല അമ്പുകളും എയ്യുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ, നിന്നെ അകത്തേക്ക് കയറ്റി വാതിലടച്ച് നിന്നെ സുരക്ഷിതമായി സംരക്ഷിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം നിനക്ക് അനുഭവിക്കുവാൻ കഴിയും. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്, പ്രതിഫലമുണ്ട്. നിനക്ക് അടയ്ക്കുവാൻ പറ്റാത്ത വാതിലുകൾ അടയ്ക്കുവാൻ ദൈവം ദൂതനെ ഇറക്കി അടയ്ക്കുവാൻ നിനക്ക് നന്മ നൽകി അനുഗ്രഹിക്കുവാൻ മതിയായവനാണ്. ഈ പകൽക്കാലം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ, പ്രാർത്ഥനാ നിമിഷങ്ങൾ അനുഗ്രഹമാക്കി തീർക്കുവാൻ, ചില വാതിലുകൾ അടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ ചില വാതിലുകൾ അടയ്ക്കുവാൻ തയ്യാറാകണം. ഈ നോമ്പ് കാലഘട്ടം ചില വാതിലുകൾ അടച്ച് നിർനിമേഷമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ, കാലാകാലങ്ങളിൽ ലഭിക്കേണ്ടുന്ന ചില നന്മകളും അനുഗ്രഹങ്ങളും ശത്രു തട്ടിപ്പറിച്ചെടുക്കുവാൻ ഇടവരുത്താതെ വണ്ണം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ കരങ്ങളിൽ
വാതിലുകളിൽ മറയ്ക്കുവാൻ, പ്രാർത്ഥനാ നിമിഷങ്ങൾ അറയിൽ കടന്ന് രഹസ്യത്തിൽ കാണുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ നിമിഷം നമ്മുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കഴുകൻ തൻ്റെ ജീവിതത്തിൽ ചിറകുകളെ ഉയർത്തി അത് ലക്ഷ്യബോധത്തോടെ തനിക്ക് ലഭിക്കേണ്ടുന്ന ചില നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ചെടുക്കുന്നതിന് വേണ്ടി അത് പരിശ്രമിക്കുന്നത് പോലെ പരിശ്രമത്തോടെ ലഭിക്കേണ്ടുന്ന ചില അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കേണ്ടതിന് നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ, ദൈവത്തോട് കരയാൻ, ദൈവത്തോട് നിലവിളിക്കുവാൻ ഈ ദിവസങ്ങൾ വേർതിരിക്കാം. ഈ നോമ്പ് കാലഘട്ടം വാതിലുകൾ അടച്ച് രഹസ്യത്തിൽ കാണുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, അറയിൽ കടന്ന് രഹസ്യത്തിൽ കാണുന്ന ദൈവത്തോട് നിലവിളിക്കുന്ന നിമിഷങ്ങളാക്കി മാറ്റാൻ സർവശക്തനായ ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തകൾക്ക് വിരാമം കുറിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.